ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും പുതിയതായി ഇറങ്ങാൻ പോകുന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറും ആക്ടേഴ്സുമാണ് ഇന്ന് എന്നോടൊപ്പം സെല്ലുലോയിഡിൽ ജോയിൻ ചെയ്യുന്നത്. ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ സൈഡിൽ നിന്ന് ഒന്ന് വെൽക്കം ചെയ്ത് തുടങ്ങാം. ശ്രുതി ചേച്ചി, ഇന്ദ്രേത്തേട്ടൻ, ഇതിൻ്റെ ഡയറക്ടർ അരുൺ ബോസ്. സോ ഇതിൻ്റെ ടൈറ്റിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, കഥയായിട്ട് എവിടെയോ ഒന്ന് ലിങ്ക് ചെയ്ത് കിടക്കുന്ന പോലെ തോന്നി. അതായത് ഈ മാരിവില്യൻ ഗോപുരങ്ങൾ, മാരിവില്യൻ എന്ന് പറയുമ്പോൾ റെയിൻബോ ആയിട്ടൊക്കെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇതിൻ്റെ മ്യൂസിക്കൽ ടീസർ നമ്മൾ കണ്ടപ്പോൾ അതിൽ ഒരു റിലേഷൻഷിപ്പ്, അതായത് ലവ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ രണ്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള രണ്ട് ഇതുപോലെ തോന്നി. അപ്പം അങ്ങനെയാണോ അതിൻ്റെ ഒരു ടൈറ്റിൽ വന്നിട്ടുള്ളത്? ശരിക്കും മാരിവില്ലിനപ്പുറം സന്തോഷം തരുന്ന ഒരു സംഭവം എന്താണല്ലേ? ബ്യൂട്ടിഫുൾ ഒരു റെയിൻബോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സന്തോഷം. പിന്നെ ഇത് നമ്മുടെ സിനിമയിൽ റെപ്രസെന്റ് ചെയ്യുന്ന പല കഥാപാത്രങ്ങളാണ്, പല നിറങ്ങൾ പോലുള്ള മൾട്ടിപ്പിൾ. മാരിവിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലോ, അതുപോലെ ഓരോ കളേഴ്സ് പോലെയാണ് അതിലെ ഓരോ കഥാപാത്രങ്ങളും ഡിഫറെന്റ് ആണ്. പക്ഷെ എന്നാൽ ഒരുമിച്ച് പോകുന്നു എന്ന് പറയുന്നതാണല്ലോ റെയിൻബോന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതൊരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഒരു ഫാമിലിയിലെ 4 പേരാണ് ഈ 4 കഥാപാത്രങ്ങൾ. നിങ്ങൾ ഈ 4 പേരും ഒരു ഫാമിലിയിലെ ആൾക്കാരാണ്. അപ്പം ഷിൻഡോയും ഷെറിനും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. റോണി എന്റെ ബ്രദറാണ്. റോണിയുടെ ഗേൾ ഫ്രണ്ട് ആണ് മീനാക്ഷി. അപ്പോൾ ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഇവർ 4 പേരും 4 വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാൽ ഒരു വീട്ടിനകത്ത് ഒരു കൂരയ്ക്ക് കീഴിൽ ഒരുമിച്ച് കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്, അതാണ് ആ മാരിവിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ടുഗെദർ, ദേ ആർ ഡിഫറെന്റ് ബട്ട് ടുഗെദർ. അതിന്റെ ഒരു ബ്യൂട്ടി എന്തായാലും ആ ഒരു സിനിമയ്ക്കും ഇതിന്റെ ഒരു ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെ കണ്ടപ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സിനും നമുക്ക് തോന്നിയിരുന്നു. അപ്പം ഷെറിനെ പറ്റിയിട്ട് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഷെറിൻ ഇസ് ഒരു ഓൺട്രപ്രണറാണ്, ഒരു പ്ലാൻ ഷോപ്പ് ഓൺ ചെയ്യുന്ന. ആൻഡ് ഷെറിനും ഷിൻറ്റോവും എന്താ ചൈൽഡ്ഹുഡ് സ്വീറ്റ് ഹാർട്ട്സ് ആയിരുന്നു. ആൻഡ് ദേ ഗോട്ട് മാരീഡ്. പക്ഷേ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട് പ്രൊഫഷണലി. അവർക്ക് ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്നാണ്. ഇറ്റ്സ് നോട്ട് ഫ്യൂച്ചറിൽ വേണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. ബട്ട് ആസ് ഓഫ് നൗ അങ്ങനെ ആൻഡ് വെരി റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം, നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് റൂട്ടഡ് ഇൻ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഷെറിനും ഷിൻറ്റോയും തമ്മിലുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. ഓക്കെ. ഇന്ദ്രേട്ടൻ, അതേപോലെ തന്നെ ഇന്ദ്രേട്ടന് ഓരോ ക്യാരക്ടേഴ്സ് വളരെ ഒരു കുസൃതി നിറഞ്ഞ റൊമാൻസിൽ ഇന്ദ്രേട്ടനെ കാണാനായിട്ട് ഓഡിയൻസിനെന്നും അല്ലേ വളരെ ഇഷ്ടമാണ്. അപ്പം ഷിൻറ്റോ അതേപോലുള്ള ഒരു ക്യാരക്ടറാണോ? തീർച്ചയായിട്ടും. ഇതിനകത്ത് റൊമാൻസ് ഉണ്ട്, കുറച്ച് കുസൃതി ഉണ്ട്, ഇമോഷൻ ഉണ്ട്. പക്ഷെ ഒരു മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് ക്യാരക്ടറാണ്. അങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളപ്പോൾ അത് ഇരുകൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതും ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഷിൻഡോ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. എല്ലാ ഏരിയാസും കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ 4 പേരുടെ കഥ പറയുന്നൊരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവരുടെ 4 പേരുടെയും ഓരോരോ ഇഷ്യൂസ്, അങ്ങനെ ഒരു സെൻട്രൽ ഒരു പ്രോബ്ലം സിനിമയിലില്ല. ഇവരുടെ 4 കഥാപാത്രങ്ങൾക്ക് നേരിടുന്ന 4 ഇഷ്യൂസ് ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ ഇവരെങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് സിനിമയുടെ ബേസിക് ഒരു പ്രമേയം. വളരെ വ്യത്യസ്തമായിട്ടുള്ള എൻറ്റയർലി ഡിഫറെന്റ് ആർക്കുള്ള 4 ക്യാരക്ടേഴ്സാണ്. അവിടൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇല്ല, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 4 ക്യാരക്ടേഴ്സ്. ഈ കോൺസെപ്റ്റ് ബേസിക്കലി ഈ തോട്ട് വന്ന ശേഷം ഞാനത് ഇമ്മീഡിയറ്റ്ലി ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരും അണ്ടർഗോ ചെയ്യുന്ന അവരുടെ തിങ്കിങ് പ്രോസസ്സാണ് ഈ. എസ്പെഷ്യലി ഞാനിപ്പോൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി മീറ്റ് ചെയ്യുന്ന നമ്മുടെ സർക്കിളിലുള്ള ഫ്രണ്ട്സിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് വളരെ റിലേറ്റബിൾ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് എന്തുകൊണ്ടൊരു സിനിമ ചെയ്തുകൂടാന്ന് ചിന്തിച്ചത് അവിടെ തന്നെയാണ്. പിന്നെ ഈ ഷിൻഡോ വളരെ ഷിൻഡോതായിട്ടുള്ളൊരു പ്രോബ്ലംസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു സൈഡിൽ കൂടെ. ഷെറിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. റോണിയുടേതായിട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകളുണ്ട്. ഒറ്റയടിക്ക് ഭയങ്കര സ്ട്രീറ്റ് സ്മാർട്ടാണെന്ന് തോന്നും റോണിയും തോന്നിയാലും റോണിയുടെ ചില കോൺഫ്ലിക്റ്റുകളുണ്ട്. പക്ഷേ ഈ 3 പേരുടെ ഇടയ്ക്കുള്ളൊരു മേജർ കാറ്റലിസ്റ്റ് ആയിട്ടാണ് മീനാക്ഷി എന്നൊരു കഥ വരുന്നത്. അതെ, അങ്ങനെയാണ് സിനിമയുടെ it's a celebration of love. It's a celebration of relationships in different moods. Different moods. Every relationship is not the same. അപ്പോൾ
അങ്ങനെ പല റിലേഷൻഷിപ്സിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഇതൊരു ഡിസ്ഫങ്ഷണൽ ഫാമിലി അല്ല, ഇറ്റ്സ് ആക്ച്വലി മോർ എ ഫങ്ഷണൽ ഫാമിലി. നൈസ്. ഇതിന്റെ ഈ സംഭവം ഇന്നലെ നമ്മൾ കണ്ടപ്പോഴത്തേക്കും ഇതിനകത്ത് ടീസറിന്റെ തുടക്കം തന്നെ പറയുന്ന ഒരു ഇതുണ്ട്, നമുക്ക് കല്യാണം കഴിക്കേണ്ടെന്നുണ്ട്, പക്ഷെ അച്ഛനുണ്ട് അമ്മയുണ്ട്, അപ്പോൾ കുട്ടികൾ വേണം, മറ്റൊരു കല്യാണം കഴിക്കാനും കുട്ടികൾ വേണ്ട. അപ്പം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ ചില തീരുമാനങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ലൈക്ക് ബീയിങ് എ ഫാദർ ഓഫ് എ 20-year-old അല്ലെങ്കിൽ ലേറ്റ് ടീൻസുള്ള ഞെട്ടാറുണ്ടോ എന്തിനാണ്? ഇല്ല, ഞെട്ടാറില്ല. കാരണം എൻ്റെ വീട്ടിലുണ്ടല്ലോ ഒരാള്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ഞെട്ടാറില്ലായിരുന്നു. അതാണ് വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരു പുതിയ ഒരു തലമുറ നമുക്കുണ്ട്. വളരെ ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കറിയാം എന്താണ് വേണ്ടത്, എങ്ങനെ പോകണം. ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് നോട്ട് ഇല്ലീഗൽ, യു കെൻ ഗോ ഹെഡ് ആൻഡ് ഡിസൈഡ് ടു ലിവ് എ ലൈഫ് വാട്ട് യു വാണ്ട്. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരവരുടെ ഒരു സ്വാതന്ത്ര്യമാണ് അല്ലേ. അപ്പോൾ അതൊരു നിയമത്തിനെതിരല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, ആസ് ലോങ് എസ് എ ലോ പ്രൊവൈഡ്സ് യു വിത്ത് എ പ്രൊവിഷൻ ലൈക്ക് ദാറ്റ്, അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. പിന്നെ കാലം മാറുന്തോറും ഇങ്ങനെയുള്ള ഫിക്സേഷൻസ് മാറും, നമ്മുടെ ലൈഫ് മാറും. ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ കുറേ ട്രാൻസിഷൻ ചെയ്ത് നമ്മുടെ ചിന്താഗതി മാറും. അപ്പോൾ അതിങ്ങനെ കാലാകാലങ്ങൾ ഇപ്പോഴുള്ള ജനറേഷൻ ആയിരിക്കില്ല ഒരു 30 years കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 100 years കഴിയുമ്പോൾ അവരുടെ ചിന്താഗതി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും, മാറിക്കൊണ്ടിരിക്കുകയാണ്. എക്സാക്ട്ലി. പണ്ട് ഈ ജനറേഷൻ ചേഞ്ച് എന്ന് പറയുന്നത് 15-20 years ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 5 years 10 years ആയി. ഞാൻ പൂർണ്ണിമ ചേച്ചീനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് ചേച്ചിയുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വെൻ യു ഗോട്ട് മാരിഡ്, ചേച്ചി ഇന്ദ്രനെക്കാട്ടിൽ 2 വയസ്സ് മൂത്തതോ 1 വയസ്സ് മൂത്തതോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇറ്റ്സ് വെരി നോർമൽ, അങ്ങനെയില്ല. അപ്പോൾ അന്നത്തെ സമയത്ത് അതൊരു ടോക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു ടോക്ക് ആയില്ല, അങ്ങനെ ഒരു ടോക്കൊന്നും ആയില്ല. പിന്നെ ഏജ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ഇൻ ദ മൈൻഡ്. നമ്മുടെ ഒരു മെച്ചോറിറ്റി, നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്ന രീതി, നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ല നമ്മളിപ്പോൾ ഒരു പ്രായം കൂടിയ ആളായതുകൊണ്ട് അയാൾക്ക് മെച്ചോറിറ്റി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പ്രായം കുറവുള്ള ആളാണെങ്കിൽ മെച്ചോറിറ്റി കൂടുതലായിരിക്കും, അല്ല കുറവായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു തിങ്ക് ആൻഡ് ഹൗ വെൽ റെഡ് യു ആർ, അപ്പോൾ അങ്ങനെ ഒരു ടോക്കോ ഡിസ്കഷനോ ആ സമയത്ത് വന്നിരുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു പുരോഗമനത്തിന്റെ സമയത്തേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നു തുടങ്ങിയ ഒരു സമയമായിരുന്നു. പിന്നെ എൻ്റെ അമ്മ ജനറലി കുറച്ച് പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് അമ്മ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് ആ സമയത്ത് അത് പറഞ്ഞില്ല എൻ്റെ അടുത്ത്. ഞാനിത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മല്ലികാന്റിയുടെ ഇന്റർവ്യൂസും അല്ലാതെ ഇന്ററാക്ഷൻസ് ഒക്കെ കണ്ടിട്ട് ഡെഫിനറ്റ്ലി ഒരു സൂപ്പർ മോമാണ്, ഒരു പവർഫുൾ ലേഡി ആണെന്ന് എന്തായാലും നമുക്ക് തോന്നിയിട്ടുണ്ട്. ഈ സിനിമയിൽ അതേപോലെ തന്നെ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു വലിയ ഘടകമാണ് ഇവരൊക്കെ ഉള്ളതിനൊപ്പം തന്നെ വിദ്യാസാഗർ സർ, വിദ്യാജി ഇതിൻ്റെ മ്യൂസിക്കിലേക്ക് വരികയാണെന്ന്. അപ്പം ഒത്തിരിയധികം മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ വീണ്ടും ഒരു ഫിലിമിലേക്ക് കൊണ്ടുവന്നു. 6 പാട്ടുകളുണ്ട് സിനിമയിൽ, ഇൻക്ലൂഡിങ് നമ്മുടെ മാരിവില്യൻ ഗോപുരങ്ങളുടെ ഒരു വേറൊരു വേർഷൻ. അപ്പൊ ആ പാട്ടിന്നാണോ ഈ ഒരു പേര് വന്നത്? അതെങ്ങനെയാണ്? ശരിക്കും 2 റീസൺസ് പറയാം. ഒന്ന്, നമ്മൾ ഈ തിരക്കഥ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പല പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്തിരുന്നു. ബട്ട് ഫൈനലി കോക്കേഴ്സ് ഫിലിംസുമായിട്ട്, ഐ മീൻ സിയാദക്കയുടെ മകൾ ഷർമീനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുമ്പോൾ പെട്ടെന്ന് ഈ സബ്ജക്റ്റ് കിട്ടിയതും, അത് ശരിക്കും ആക്ടേഴ്സിൻ്റെ ഡേറ്റുമായിട്ടല്ല ഞാൻ പോകുന്നത്. അന്ന് സിയാദക്കടുത്ത് സബ്ജക്റ്റുമായിട്ടാണ് പോകുന്നത്. അപ്പം സിയാദക്ക് ഇന്ന സമയത്ത് ഇത് ഷൂട്ട് തുടങ്ങിയാൽ കൊള്ളാം, അതിന് റൈറ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ മനസ്സിലുള്ള റൈറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളിലേക്ക് പോകും എന്ന് അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. പിന്നെ കോക്കേഴ്സും വിദ്യാജിയായിട്ടുള്ള ബന്ധം, പിന്നെ ഞാനൊരു ഹാർഡ് കോർ വിദ്യാജി ആരാധകനാണ്. സോ എനിക്ക് വിദ്യാജിയായിട്ടുള്ള ഈസി ആയിട്ടൊരു ആക്സസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യാനൊരു സാധ്യതയുണ്ട്. ഇതിനൊക്കെ അപ്പുറം നമ്മുടെ സിനിമ ഒരു അർബൻ ഡ്രാമയാണ്, കുറച്ചും കൂടെ ഒരു സിറ്റി സ്കേപ്പിൽ നടക്കുന്ന ഒരു കഥയാണ്. ഈ പൊതുവെ അർബൻ ഡ്രാമകൾ ചിന്തിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക് സ്കേപ്പ് ഒക്കെ നമ്മൾ റെഗുലറായിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അക്കോസ്റ്റിക് ഗിറ്റാറിൻ്റെ ഒരു അക്കമ്പനി ഒക്കെ, അങ്ങനത്തെ ഒരു കൂടുതൽ വെസ്റ്റേൺ ഇൻസ്ട്രുമെൻസിൻ്റെ യൂസേജ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. അവിടെ കുറച്ച് എക്സ്പെരിമെൻ്റൽ ആയ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സൗണ്ട് സ്കേപ്പിംഗ്, ഇതിന് ഒരു മ്യൂസിക്കൽ സ്കേപ്പിംഗ് കൊണ്ടുവന്നാൽ അത് കൊണ്ടുവരാൻ പൊട്ടൻഷ്യൽ ആളാണ് കിങ് ഓഫ് മെലഡി വിദ്യാജി. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കുറേ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പലയിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ. ഉദാഹരണത്തിന് ഷഹനായി യൂസ് ചെയ്തിട്ടുണ്ട് ഒരു പോർഷനിൽ. ഇവരുടെ രണ്ടുപേരെയും പാട്ട് പോകാതെ, ഇവരെ രണ്ടുപേരെയും ഫീച്ചർ ചെയ്യുന്ന പാട്ട് പോകാതെയിൽ ഒരു അർബൻ ഡ്രാമയിൽ യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു സ്ട്രക്ചറിങ് അല്ലത്. ഇപ്പോൾ അത് ഘടമാണ് അതിൻ്റെ ബാക്കിങ്. സോ ഇങ്ങനെയുള്ളൊരു ഫ്ലേവർ സിനിമയ്ക്ക് കൊണ്ടുവന്നാൽ അത് കുറച്ചും കൂടെ എക്സ്പെരിമെൻ്റലാവും. സെക്കൻഡ്ലി നമ്മൾ പറയുന്ന ഒരു കണ്ടംപററി സ്റ്റോറി ആണെങ്കിൽ കൂടി
നമ്മുടെ ഫിലിം കേറ്റർ ചെയ്യുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇതിന് മുന്നിലത്തെ ഇൻ്റർവ്യൂവിൽ പറയായിരുന്നു, ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെ കുറേ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് ചോദിക്കാം, നിങ്ങളാരും ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സിനിമ ചെയ്യാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു പല ജനറേഷൻസിനെയും കേറ്റർ ചെയ്യുന്ന ഒരു സിനിമ, എല്ലാവരും കണ്ട് ആസ്വദിക്കുന്ന സിനിമ. ഈവൻ ലിപ്സിംഗ് ഉള്ളൊരു സോങ് ഉണ്ട് പോകാതെ. ശരിക്കും സോങ്സ് ഇപ്പോൾ കുറവാണല്ലോ. ഞാൻ ഇന്നാളെ ഒരു ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയായിരുന്നു കേട്ടോ, ഇപ്പൊ അങ്ങനെ ലിപ്സിംഗ് വരുന്ന സോങ്സ് ശരിക്കും കുറെ നാൾക്ക് ശേഷം വിദ്യാജി അങ്ങനെ ഒരു മെലഡി ചെയ്തപ്പോൾ വിദ്യാജിയുടെ പഴയ സോങ്സ് ഒക്കെ നമുക്കറിയാം ലിപ്സിംഗ് സോങ്സ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ വൈ നോട്ട് ട്രൈ ദാറ്റ് പോസിബിലിറ്റി അഗെയിൻ എന്ന് ഡിസ്കസ് ചെയ്യുകയും അങ്ങനെയാണ് ശരിക്കും ഞങ്ങളുടെ ഡ്യൂറ്റ് സോങ് ലിപ്സിംഗിന്റെ ഒരു പോർഷൻ അതിനകത്തുണ്ട് വന്നത് അല്ലേ. ശ്രുതി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രുതി ആദ്യമായിട്ടാണ് ആക്ച്വലി ലിപ്സിംഗിൽ ഒരു സോങ് ചെയ്യുന്നത്. ആക്ച്വലി ആദ്യമായിട്ടല്ല, കാണേയിൽ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ ഐ ഫീൽ ലൈക്ക് അത് ഞാൻ നേരത്തെയും പറഞ്ഞ മാതിരി തന്നെ അതിൽ മനുവും നന്നായിട്ട് ബുദ്ധിമുട്ടി. പക്ഷെ ദാറ്റ് വാസ് ആ സിറ്റുവേഷന് അങ്ങനത്തെ ഒരു ഇത് ആവശ്യമായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഇങ്ങനത്തെ ഒരു പാട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു. ആൻഡ് ഇതിൽ ലിപ്സിംഗ് വാസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് നല്ല രസമായിരുന്നു ആ ഷൂട്ട്. പിന്നെ ഞാൻ പേഴ്സണലി ഞാൻ ആദ്യമായിട്ടാണ് വിദ്യാജി സംഗീതം നൽകിയ ഒരു സോങ്ങിൽ അഭിനയിക്കുക. കാരണം ഞാൻ വിദ്യാജി സംഗീതം നൽകിയ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ വില്ലൻ കഥാപാത്രങ്ങളും അതുപോലെ ക്യാരക്ടർ റോൾസും ഒക്കെ ആയിരുന്നു. അപ്പോൾ വിദ്യാജി ചെയ്തൊരു പാട്ടിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഇതുവരെ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഏതായാലും 22 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിനുള്ളൊരു ഭാഗ്യം ഒത്തുവന്നത്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇറ്റ് ഡിഡ്ന്റ് ഹെൽപ്പ് അറ്റ് ഓൾ ദാറ്റ് ഹി വാസ് ഓപ്പോസിറ്റ് only for that song because he's such a pro. Okay, കാരണം ഇങ്ങനെ ലിപ്സിംഗ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഹീസ് ലൈക്ക് ഓക്കെ ഐ എം റെഡി എന്ന് പറഞ്ഞിട്ട് എല്ലാ ഷോട്ടിനും ഒരു ഡിഫറെൻറ്റ് എക്സ്പ്രഷൻ. എനിക്കാണെങ്കിൽ ഐ നീഡ് ടു റിമെമ്പർ these lines, no? എനിക്കാണെങ്കിൽ ഒരേ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. ഐ ലൈക്ക് ഡോണ്ട് ചേഞ്ച് യുവർ എക്സ്പ്രഷൻ, ഐ ഡോണ്ട് നോ ഹൗ ടു. ശരിയായിട്ട് ഇതിന്റെ ഈ ഒരു സംഭവമൊക്കെ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അതായത് ലൈൻസും മനസ്സിൽ വിചാരിക്കണം, അതേപോലെ പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഹൈ സ്പീഡിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അല്ല മൊത്തം ഹൈ സ്പീഡ്. സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലിപ്സിംഗ് ചെയ്യണമെങ്കിൽ സൗണ്ടും അതുപോലെ സ്പീഡിൽ പ്ലേ ചെയ്യണം. അപ്പോ പോകാതെ അത് പോകാതെ പോകാതെ അങ്ങനെ ആ സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ എന്നാ ഫേസിൽ ആ ഒരു ഓൺനെസ് തോന്നാൻ പാടില്ല, ആ സ്പീഡിൽ നമ്മൾ ലിപ്സിംഗ് ചെയ്യണം. അപ്പൊ അങ്ങനെ ശരിക്കും വളരെ എക്സ്ട്രീം സ്കില്ല് വേണ്ട ഒരു ഇതാണ്. നമ്മുടെ സിനിമയുടെ പല ട്രഡീഷണൽ സങ്കേതങ്ങൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പാട്ടുകളിലൊക്കെ ബാക്കിലുള്ള ഡാൻസേഴ്സ് ഒക്കെ ഇല്ലേ, അതൊരു നല്ല പ്രൊഫഷനായിരുന്നു. അങ്ങനെ ഒരു ഇൻകം കിട്ടിയിരുന്നൊരു പ്രൊഫഷനാണ്. ശരിക്കും ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറേ അധികം ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു മേഖലയാണ്. അപ്പം അങ്ങനത്തെ പല ആർട്ടിസ്റ്റുകളും ഇന്നില്ല. നമ്മളിപ്പം ഈ ബാക്ക് സ്റ്റേജ് ഡാൻസേഴ്സ് പോലുള്ള ഇപ്പം അവരുടെയൊക്കെ പ്രൊഫഷൻ അങ്ങനെ ഇപ്പം ഞാനങ്ങനെ വളരെ പേഴ്സണലി അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ഇൻകം ആയിരുന്നു. ഇപ്പോൾ ഒരു സിനിമയിൽ മൊണ്ടാഷ് സോങ്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ സിനിമയിൽ കൂടുതലായിട്ട്. അത് സിനിമയിൽ വന്ന ഒരു എവല്യൂഷൻ എന്ന് തന്നെ വേണമെങ്കിൽ അതിനെ പറയാവുന്നതാണ് അല്ലേ. ലൈക്ക് ആ ഒരു മാറ്റത്തെ ഡു യു എൻജോയ് ആസ് ആക്ടേഴ്സ്? മാറാത്തതും ഒന്നേ ഉള്ളൂ മാറ്റം എന്നാണല്ലോ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്. കാലം കഴിയുന്തോറും സിനിമ മാറും, അതിൻ്റെ ഒരു സ്ട്രക്ചർ മാറും, അത് ട്രീറ്റ് ചെയ്യുന്ന രീതി മാറും. ഇറ്റ്സ് ബീൻ ഇവോൾവിങ് ഓവർ ദ ഇയേഴ്സ്. പക്ഷേ ഒരിക്കൽ കഴിഞ്ഞു പോയ ഒരു സീസൺ അല്ലെങ്കിൽ ഒരിക്കൽ കഴിഞ്ഞു പോയ ഒരു കാലം വീണ്ടും ഒരിക്കലും റീവിസിറ്റ് ചെയ്യില്ല നമുക്ക് പറയാനും പറ്റത്തില്ല. സംടൈംസ് യു മൈറ്റ് തിങ്ക് ഓഫ് ഓക്കെ ഇപ്പോൾ അരുൺ പറഞ്ഞ പോലെ ഒരു ഡാൻസ് ഉള്ളൊരു സിനിമ ഞാൻ ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റീവിസിറ്റിംഗ് ഓൾ ദ സ്ട്രക്ചേഴ്സ് ഓഫ് ഫിലിം മേക്കിംഗ്. അപ്പോൾ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ജനറലി കാലാകാലങ്ങളായി ഇവോൾവ് ചെയ്ത് നീങ്ങുന്നൊരു മെഷീനറിയാണ്, വെൽ ഓയിൽഡ് മെഷീനറിയാണ്. അപ്പോൾ അത് സീസണിലാണ്. അപ്പോൾ ചില ജോണർ സിനിമകൾ സക്സസ്ഫുൾ ആകുമ്പോൾ ആ ജോണറെ പിടിച്ച് ഒരുപാട് സിനിമകൾ അടുപ്പിച്ച് വരും. പിന്നെ പെട്ടെന്നൊരു ലൈറ്റ് ഹാർട്ടഡ് സിനിമ വിജയിക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കുറേ സിനിമകളുടെ സബ്ജക്റ്റുകൾ വരും. അതിന് പ്രത്യേകിച്ചൊരു റൂളൊന്നുമില്ല. സോ നമ്മൾ അതിനോടൊപ്പം നീങ്ങുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തെ പ്രസന്ന മാസ്റ്റർ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ரொம்ப നല്ല ഡാൻസ് ഇവിടെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന പ്രസന്ന മാസ്റ്റർ ഒന്ന് പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ഞാൻ നമ്മുടെ സിനിമയിൽ അത് ഇതിലപ്പുറം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്ക്. ഈ 6 പാട്ടിൽ നമുക്ക് ആ ഒരു കഴിവ് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. ഇനി അങ്ങനെ സിനിമ നമുക്കൊരു ഫുൾ ഡാൻസ് സിനിമ പഠിക്കാം. ലൈക്ക്
ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ആൾക്കാർക്ക് ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് കാണാനായിട്ട് വളരെ കുസൃതി നിറഞ്ഞൊരു ഹീറോ ആയിട്ട് കാണാൻ ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് നല്ല ക്യാരക്ടർ റോൾസും വില്ലൻ റോൾസും ഒക്കെ ഇന്ദ്രേട്ടൻ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എങ്ങനത്തെ കൈൻഡ് ഓഫ് റോൾസ് ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് പേഴ്സണലി ഒരുപക്ഷെ അതിൻ്റെ എണ്ണം കുറവായതുകൊണ്ടായിരിക്കും ഈ ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമർ കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ഒരു രീതി, നമ്മൾ സ്പോട്ടിൽ ചെന്നുള്ള ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഇംപ്രൂവൈസേഷൻ, നമ്മളൊരു സീന് കൈ കിട്ടുമ്പോൾ അവിടെ ചെന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ കുറേ പുതിയ സാധനങ്ങൾ നമുക്ക് കിട്ടും. അതിൽ നിന്ന് വരുന്ന ലാസ്റ്റ് മിനിറ്റ് ചില ഹ്യൂമർ, അതൊക്കെ എനിക്ക് അവിടെ നിന്ന് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഹ്യൂമർ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ അമർ ബ്രന്തോണി ആയിക്കോട്ടെ, ഇപ്പോൾ ക്ലാസ്മേറ്റ്സിൽ ഹ്യൂമറുണ്ട്, ഹാപ്പി ഹസ്ബൻഡ്സിലുണ്ട്, അതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ടോ ആ ജോണറിനേക്കാളും കൂടുതൽ എന്നെ തേടി എത്തുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജോണർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വളരെ ലൈറ്റ് ഹാർട്ടഡ്, ഈ പറഞ്ഞതുപോലെ ഹ്യൂമറസ് ആയിട്ടുള്ള, ജനങ്ങളെ ചിരിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അടിപൊളി. ആൾക്കാർക്ക് ഏത് രീതിയിലും കണ്ടു കഴിഞ്ഞാൽ ഇന്ദ്രേട്ടനെ വളരെ ഇഷ്ടമാണ്. ആൾക്കാർ പറയുന്നത് ഈ മലയാള സിനിമ ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്ന ഒരു ആക്ടർ ആണെന്നാണ്. അപ്പം നിങ്ങൾ ഒരുമിച്ച് ആയിട്ടാണോ ആദ്യമായി വർക്ക് ചെയ്യുന്നത്? അപ്പം എങ്ങനെയുണ്ടായിരുന്നു സുചേച്ചി ആ ഒരു എക്സ്പീരിയൻസ്? ലിപ്സിംഗ് ഒഴിച്ച് ഐ ഫീൽ ചേച്ചി അവിടെ ഇത് ആസ് എ ഐ മീൻ വിൻസിക്കും സർജാനോയ്ക്കും വേണ്ടിയിട്ടും ഞാൻ മിണ്ടാണ്. ഐ ഫീൽ ഇറ്റ് വാസ് സോ ഈസി ആസ് എ കോ ആക്ടർ, ആസ് ഫ്രണ്ട്, വാട്ട് എവർ. ഐ ഫീൽ നമ്മുടെ 4 പേര് തമ്മിലുള്ള കെമിസ്ട്രി worked and hit it off so well because as an actor Indrathan is very very easy going to work with. അപ്പോൾ അത് അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ആ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ആ ഒരു എനർജി ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വളരെ അനിവാര്യമാണ്. കാരണം സിനിമയിൽ ഉടനീളം ഈ 4 പേരാണ്, ഈ 4 പേരുടെ കോമ്പിനേഷൻ സീൻസ് ആണ് കൂടുതലുള്ളത്. പിന്നെ ഇതിൽ തന്നെ 2 പേരുടെ കോമ്പിനേഷൻ, 3 പേരുടെ കോമ്പിനേഷൻ, അങ്ങനെയാണ് സിനിമ പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ഒരു ഫാമിലി ആണല്ലോ. അപ്പോൾ ഫാമിലിക്ക് അകത്തുള്ളൊരു കെമിസ്ട്രി അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് ഫാക്ടർ സ്പോട്ടിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്മീഡിയറ്റ് ആയിരുന്നു. ലൈക്ക് ഐ തിങ്ക് ഒരു 3 days കഴിഞ്ഞപ്പോഴത്തേക്കും അരുൺ ഹാഡ് കം ആൻഡ് ഹി ടോൾഡ് മീ ദാറ്റ് അയ്യോ യു ഗൈസ് ലുക്ക് ലൈക്ക് എ ഫാമിലി. നിങ്ങളൊരു കുടുംബം തന്നെയാണ്. ആ ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ. അതിന് വി ഹാഡ് സെഷൻസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഇറ്റ് വാസ് എ സ്മോൾ ഐസ് ബ്രേക്ക് അറൗണ്ട്. പിന്നെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഫ് ദർ വാസ് എനി ഐസ് റിമൈനിങ് ഇറ്റ് വാസ് ഓൾ. ഒന്ന് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവർ 4 പേരും 4 ശൈലിയുള്ള ആർട്ടിസ്റ്റുകളാണ്. ഓക്കെ, ഇന്ദ്രേട്ടന് ഒരു ശൈലിയുണ്ട്, ശ്രുതിക്കൊരു ശൈലിയുണ്ട്, സർജാനയ്ക്ക് ഒരു ശൈലിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ 4 ക്യാരക്ടേഴ്സും ഡിഫറെൻ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ 8 പേരുണ്ട് സെറ്റിൽ. നോക്കുമ്പോൾ ഇവരുടെ റിയൽ വ്യക്തിത്വങ്ങളും കഥാപാത്രങ്ങളും അത് സംയോജിപ്പിച്ചിട്ട് അതിനെ ഒന്നാക്കി കൊണ്ടുപോയി ഇവരെ പരിപൂർണമായിട്ട് ഈ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരിക എന്നുള്ള, അത് ശരിക്കും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടും ഇവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ടൈമും കൊണ്ടും അതിൽ ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. പിന്നെ ഹ്യൂമറിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ദ്രേട്ടൻ പറഞ്ഞ പോലെ ഹ്യൂമറിൽ ആക്ഷനും റിയാക്ഷനും ഒരു ഫ്രെയിമിൽ വരുമ്പോഴാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക. നമ്മൾ കട്ട് ചെയ്യുമ്പോഴല്ല അതിന് ഭംഗി ഉണ്ടാവുക. കാരണം കുറേ സീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം കട്ട് ഷോട്ട്സ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ, അപ്പോൾ എപ്പോഴും നമുക്ക് ഇപ്പോൾ പഴയ പ്രിയട്ടനൊക്കെ പഴയ സിനിമകൾ എടുത്ത് നോക്കിയാൽ ഒരു ഫ്രെയിം വെച്ചിട്ട് ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പെർഫോം ചെയ്യും. അപ്പോൾ അത് ഭയങ്കര രസമാണ് കാണാൻ. ഹ്യൂമർ എപ്പോഴും അങ്ങനെയുള്ള ഗിവ് ആൻഡ് ടേക്കിൽ ഭയങ്കര എഫക്റ്റീവ്. അവിടെ അതിലെ ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കംഫോർട്ടബിൾ അല്ലെങ്കിൽ ഒരിക്കലും ആ ഹ്യൂമർ വർക്കാവില്ല. അപ്പോൾ ഈ ഒരു ആക്ഷൻ റിയാക്ഷൻ പരിപൂർണ്ണമായിട്ട് വർക്കാവണമെങ്കിൽ ഇവർ പരിപൂർണ്ണമായിട്ട് കഥാപാത്രങ്ങളായി കഴിയണം. ഇപ്പം ഇവരുടെ വ്യത്യസ്ത ശൈലികളിൽ നിന്ന് ഇവർ ഒരു കോമൺ പോയിന്റ് കണ്ടെത്തണം, ഒരു കോമൺ റൂട്ട് കണ്ടെത്തണം. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സിനിമ സേഫാണ്. അങ്ങനെ വർക്ക്ഔട്ട് ആയി. അങ്ങനെ 100% ഞാൻ ഓൾസോ എനിക്ക് റൊമാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഒരു ഹ്യൂമർ പടത്തിൽ ഹ്യൂമറസ് ആയിട്ടുള്ള കുറച്ച് സീൻസ്, ഐ മീൻ എല്ലാം സിറ്റുവേഷണൽ ഹ്യൂമറാണ്, ദാറ്റ് ഐ ഹാഡ് ടു ഹാൻഡിൽ. സോ വൺ തിങ് വൈ ഹി റിയലി ഹെൽപ്പ് മീ വാസ് ചില ഡയലോഗ്സ് വി ഡോണ്ട് നോ അത് ലാൻഡ് ചെയ്യോ, how to say it and all that. I remember 2 occasions where he gave me 3 different ways to probably say the same dialogue. Okay. But adakka all that was very helpful for an artist who had not explored humor before. ഓക്കെ ചേച്ചി, ഇനി ഒരു വുമൻ ടു വുമൻ ഒരു ടോക്കാണ് കേട്ടോ. അതായത് സാധാരണ കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇൻഡസ്ട്രിയിൽ ഇടയ്ക്ക് വന്ന സിനിമ ചെയ്യും അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കും എന്നുള്ളതല്ലാതെ സിനിമ തന്നെ കരിയറാക്കി മുമ്പോട്ട് കൊണ്ടുപോവുക ആഫ്റ്റർ മാരേജ് എല്ലാ ആക്ടേഴ്സും അങ്ങനെ, ഫീമെയിൽ ആക്ടേഴ്സും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഐ വുഡ് ലൈക്ക് ടു നോ ഹൗ യു ഹാൻഡിൽ യുവർ പേഴ്സണൽ ലൈഫ് ആൻഡ് യുവർ പ്രൊഫഷണൽ ലൈഫ്.
ഇറ്റ്സ് വെരി ഈസി, കുഴപ്പമൊന്നുമില്ല. ആണോ? ഐ മീൻ അത് ഇങ്ങനെ ഓർഗാനിക്കായിട്ട് പോണു. സിനിമേനെ for me cinema is another profession. Like ഇതിന് മുന്നേ I was working as an architect. അതേമാതിരി തന്നെയാണ് ഇവിടെ. ഇപ്പോൾ സിനിമ ചെയ്യാതെ, ഐ മീൻ സിനിമ ഇല്ലാത്ത ഗ്യാപ്സ് ഉണ്ടാവുമല്ലോ വെൻ വി ആർ നോട്ട് ഷൂട്ടിങ്. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ ഐ എം അറ്റ് ഹോം. ആൻഡ് ഫ്രാൻസിസ് ഇസ് ഓൾസോ ഇപ്പോൾ ഇൻഡസ്ട്രിയിലാണ്. ഹി അണ്ടർസ്റ്റാൻഡ്സ് ഷൂട്ടിങ്. ഫ്രാൻസ് ഇസ് ഇൻ അഡ്വർടൈസിങ്. അപ്പോൾ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ഒരു പാർട്ട്ണറാണ്. ഐ അണ്ടർസ്റ്റാൻഡ് ഹിസ് വർക്ക്, ഹി അണ്ടർസ്റ്റാൻഡ്സ് മൈൻ. അപ്പോൾ അങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ it's not changed my life too much. So Indrata, since this film is talking about relationships, I would like to ask you something. ഒരു secret of a long happy married life, അത് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാ പറയുക? അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ ആൻഡ് ലിവിങ് ആൻഡ് ലെറ്റ് ലിവിങ്. അതാണ് ലൈക്ക് മറ്റേ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറെ നമ്മൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് നമ്മളും ജീവിക്കുക, അവരെയും ജീവിക്കാൻ അനുവദിക്കുക അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ആൻഡ് ഡെഫിനറ്റ്ലി കുറച്ച് കോംപ്രമൈസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിരിക്കും. കാരണം ഒരു വീട്ടിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ സംവെയർ ചിലപ്പോൾ നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാവും, നമുക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവും. പക്ഷേ സംവെയർ ഇഫ് യു ക്യാൻ, ആ സ്നേഹം എന്ന് പറയുന്നൊരു എലിമെൻറ്റ് നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലെവൽ ഗ്രൗണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കണ്ടെത്താൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ എ വെരി ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്. മൂന്നാളും മാരിഡ് ആണ്. സോ യു വുഡ് ലൈക്ക് ടു ആഡ് ഓൺ സംതിങ് ടു ഇറ്റ്? ശരിക്കും ഞാൻ ഇതുവരെ അപ്രോച്ച് ചെയ്ത 3 സിനിമകളും, ഈവൻ ലൂക്കയാണെങ്കിലും മിണ്ടിയും പറഞ്ഞും ഇറങ്ങാനുണ്ട്, മാരിവില്ലിന്, ഇതെല്ലാം റിലേഷൻഷിപ്പ് കപ്പിൾ ഡ്രാമാസ് ആണ് ബേസിക്. എനിക്ക് ഹോണസ്റ്റ്ലി വളരെയധികം ഇഷ്ടമുള്ളൊരു ജോൺറയാണ്. ഇപ്പം റൊട്ടീനായിട്ട് കാണുന്ന സിനിമ ബിഫോർ സൺസെറ്റ്, ബിഫോർ മിഡ് നൈറ്റ് സീരീസ്, അല്ലെങ്കിൽ ബ്ലൂ വാലന്റൈൻ, വൺസ്, പിന്നെ നമ്മുടെ മലയാളത്തിലുള്ള സിനിമകൾ, ഈ ബഡ്ഡി മൂവീസ് അല്ലെങ്കിൽ കപ്പിൾ മൂവീസ്. ബഡ്ഡി മൂവീസ് എന്ന് ഒന്നിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ അങ്ങനെയുള്ള അൺയൂഷ്വൽ റിലേഷൻഷിപ്പ് എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ചിട്ടുള്ള സബ്ജക്റ്റ് സിനിമയിൽ അതാണ്. അങ്ങനെയുള്ള ആൻഡ് ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ടു അപ്രോച്ച്. ഇത് ഒട്ടും സിമ്പിൾ അല്ലാത്തൊരു സബ്ജക്റ്റാണ് നമുക്ക് ഒരു സിനിമയാക്കാനും. കാരണം അതിൽ നല്ല ഒന്നത് റിലേഷൻഷിപ്പ് ഡ്രാമ ആയതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ പേഴ്സണലി ഈ അൺയൂഷ്വൽ റിലേഷൻഷിപ്പ്, അൺയൂഷ്വൽ ഫ്രണ്ട്ഷിപ്സ്, അൺയൂഷ്വൽ ഇക്വേഷൻസ്, ശരിക്കും ഒരു മാൻ ആൻഡ് വുമൺ ഈസ് 2 ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ വേ. ഇവരെത്രയോ കാലങ്ങളായിട്ട് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഒരു വീട്ടിൽ താമസിക്കുന്നത് തന്നെ ഏറ്റവും വലിയ മിസ്റ്ററിയാണ്. നമ്മുടെ ലിറ്ററേച്ചർ എടുത്താലും നമ്മുടെ ആർട്ട് വർക്കുകൾ എടുത്താലും എന്നും ഏറ്റവും വലിയ മിസ്റ്ററി ഒരു ആണും പെണ്ണും ഒരുമിച്ചൊരു ഒരിടത്ത് താമസിക്കുന്നതാണ്. അവിടെ ആ ഇക്വേഷൻ അത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കഥാപാത്രങ്ങളെ മാത്രം വെച്ച് നമ്മൾ വലിയ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഇറ്റ് റിക്വയർ എ ലോട്ട് ഓഫ് എഫേർട്ട്, ഗുഡ് റൈറ്റിംഗ്. സ്ക്രിപ്ച്വലി റിലേഷൻഷിപ്സ് എഴുതി ഫലിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കല്ലാതെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിനിമയിൽ വിഷ്വലി കാണിക്കാൻ പറ്റും. പക്ഷേ നല്ല റിലേഷൻഷിപ്സ് എഴുതി അത് നല്ല രീതിയിൽ അത് പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് അത് എളുപ്പമുള്ളൊരു ജോലിയല്ല. നമുക്ക് പണ്ട് ഇപ്പോൾ പത്മനാഭൻ സാറിന്റെ പഴയ സിനിമകളൊക്കെ എടുത്താൽ നമുക്കറിയാം എല്ലാം റിലേഷൻഷിപ്പ് ബേസ്ഡ് സിനിമകളാണ്. മൂന്നാം പക്കമാണെങ്കിലും തൂവാനത്തുമ്പികളാണെങ്കിലും അതൊക്കെ ദേശാടനങ്ങൾ എല്ലാം ക്ലാസിക്കുകളാണ്. അതൊക്കെ റിലേഷൻഷിപ്സിന്റെ കഥ പറയുന്ന സിനിമകളാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ മനസ്സിൽ അതങ്ങനെ നിൽക്കുന്നത്. അത് റൈറ്റിംഗിന്റെ പവറാണ്. ഈ റൈറ്റിംഗിന് അങ്ങനെ ഒരു പവർ ഉണ്ട്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് കോളേജിൽ നിന്ന് നമ്മൾ ലൂക്ക കാണാൻ പോയത്. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു വേദനയായിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ ആക്ച്വലി പലപ്പോഴും ആ സമയത്തും പറയാറുണ്ടായിരുന്നു, ലൂക്ക എന്നുള്ള സിനിമ കണ്ടിറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കപ്പിളാണെങ്കിൽ അവർ പരസ്പരം ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ തോന്നണം. കാരണം അത്രമാത്രം അവരെ ഈ വാല്യൂ ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ ബേസിക്കലി. അതിനപ്പുറത്തേക്ക് ആ സിനിമ അത്രയും ഹോണ്ടിങ് ആയിരിക്കണം ആ റിലേഷൻഷിപ്പ്. അയ്യോ ഭയങ്കരമായിട്ട്. എന്തായാലും ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ 4 പേര് നമുക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം മാരിവില്യൻ ഗോപുരങ്ങൾക്ക് ഒരു ഹാപ്പി എൻഡിങ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ ഫിലിം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.